അങ്ങനെ സ്ട്രേഞ്ചർ തിങ്സിന്റെ ലാസ്റ്റ് സീസണിന്റെ ആദ്യത്തെ 4 എപ്പിസോഡുകൾ ഞാൻ കണ്ടു കഴിഞ്ഞു. അപ്പൊ നമുക്ക് സ്പോയിലേഴ്സ് ഒന്നും ഇല്ലാതെ ആദ്യത്തെ 4 എപ്പിസോഡുകൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം. ഇത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, അത് ഞാൻ ആദ്യം തന്നെ പറയാം. എല്ലാവർക്കും ഇതുപോലെ തന്നെ തോന്നണമെന്നൊന്നുമില്ല. എന്തായാലും ആരെങ്കിലുമൊക്കെ ഈ വീഡിയോയ്ക്ക് ഒന്ന് കമന്റ് ഇടുന്നെങ്കിൽ സ്പോയിലേഴ്സ് ഒക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. വല്ലാത്തൊരു ക്ലിഫ് ഹാങ്ങറിലാണ് സ്ട്രേഞ്ചർ തിങ്സിന്റെ 4ാമത്തെ സീസൺ അവസാനിച്ചത്. ബാക്കിയുള്ള സീസണിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കോമൺ ടെംപ്ലേറ്റ് ഇല്ലാതെ കുറച്ച് സീരിയസ് ആയിട്ട് കഥ പറഞ്ഞു പോയൊരു സീസൺ ആയിരുന്നു സീസൺ 4. ആദ്യമായിട്ടൊരു പ്രോപ്പർ വില്ലൻ വരുന്നതും മെയിൻ കാസ്റ്റ് ആദ്യമായി തോറ്റുപോകുന്നതും നമ്മൾ സീസൺ 4ന്റെ അവസാനം കണ്ടു. അപ്സൈഡ് ഡൗണും റിയൽ വേൾഡും തമ്മിൽ മെർജ് ആകുന്ന ഒരു പോയിന്റിലാണ് 4ാമത്തെ സീസൺ അവസാനിച്ചത്. അതുകൊണ്ട് തന്നെ ഹോക്കിങ്സ് എങ്ങനെ അത്രയും വലിയൊരു പ്രോബ്ലം സോൾവ് ചെയ്തു എന്ന് അറിയാൻ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. സീസൺ 5ലെ ആദ്യത്തെ എപ്പിസോഡിൽ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡ് കാണാനാണ് ഞാൻ കാത്തിരുന്നത്. പക്ഷെ ആ ഒരു ഏരിയയിലേക്ക് കഥ അധികം പോയിട്ടില്ല എന്ന് തന്നെ പറയാം. ഒരു ഡിഫറന്റ് അപ്രോച്ചാണ് റൈറ്റേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. സീസൺ 5ന്റെ ആദ്യത്തെ 5 മിനിറ്റ് നെറ്റ്ഫ്ലിക്സ് നേരത്തെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ വില്ലിന്റെ ഡി ഏജിംഗ് ഫേസ് കണ്ടിട്ട് ഒരുപാട് ട്രോൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എപ്പിസോഡ് ഇറങ്ങുമ്പോൾ ആ മിസ്റ്റേക്ക് മാറ്റിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതി. പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല. അത് അതുപോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പുതിയതായിട്ട് വന്ന ചില ക്യാരക്ടേഴ്സ് ഒക്കെ കൊള്ളായിരുന്നു. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ എന്തോ ഒരു മിസ്സിങ്. ബാക്കിയുള്ള സീസണിലൊക്കെ ഉടനീളം ഉണ്ടായിരുന്ന ആ ഒരു എൻഗേജിങ് ഇതുവരെ വന്ന ആദ്യത്തെ 3 എപ്പിസോഡുകളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല, സത്യം പറയാലോ. പക്ഷെ 4ാമത്തെ എപ്പിസോഡ് അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. റൊമാൻറ്റിഫിക്കേഷൻ കിട്ടിയ സീനൊക്കെ 4ാമത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് വരാൻ പോകുന്ന 4 എപ്പിസോഡുകൾ വേറെ ലെവലാക്കാൻ പോകുന്ന രീതിയിലാണ് 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് ഒരു റിവ്യൂ ആയിട്ടൊന്നും എടുക്കണ്ട. സീസൺ മുഴുവൻ കാണാതെ റിവ്യൂ പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഇതൊരു വാച്ചിങ് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് എടുത്താൽ മതി. അപ്പൊ ഇതുവരെ സ്ട്രേഞ്ചർ തിങ്സിന്റെ 5ാമത്തെ സീസന്റെ ആദ്യത്തെ 4 എപ്പിസോഡുകൾ കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ അപ്പൊ തന്നെ ഇതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ BGM ഒക്കെ കുത്തി കയറ്റിയിട്ട് കുറെ സ്പോയിലേഴ്സ് ഒക്കെ വരും. അല്ല, ഈ 4 എപ്പിസോഡ് കണ്ടവരാണ് നിങ്ങളെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്യുക.